നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. റെവലേഷൻസ് ചാപ്റ്റർ 20 വേഴ്സസ് 6. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. ഹല്ലേലൂയ. Blessed and holy are those who share in the first resurrection. The second that has no power over them, but they will be priests of God and of Christ and will reign with him for 1000 years. Hallelujah. നമ്മൾ വായിച്ച വേദഭാഗം ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം. മലയാളത്തിൽ പറയുന്നു, 1-ാം അധികാരമില്ല. അവർ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവർ ദൈവത്തിന് പുരോഹിതന്മാരായി മാറും. So 2 keywords Lord want to connect today in the message. That is, if you want to reign with God, if you want to stay with God forever, we have to realize that God is looking 2 things in our spiritual life. One, we have to be holy. We have to be holy. അവർ വിശുദ്ധരും അവരെ ദൈവത്തിന്റെ പുരോഹിതനും ആക്കി വെച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. So holy and priest of God. So 2 keywords are 2 testimonies. 2 വാക്കുകൾ, 2 സാക്ഷ്യങ്ങളാണ്. Holy life is my personal testimony. വിശുദ്ധ ജീവിതം എന്റെ വ്യക്തിപരമായ സാക്ഷ്യമാണെങ്കിൽ, priesthood is a testimony about Christ. ദൈവത്തിന് സ്തോത്രം. അവൻ പുരോഹിതനായി മാറുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വക്താവായി മാറുക എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. ഹല്ലേലൂയ. So these 2 words are connected. These 2 words are connected. Lord want to tell you one thing. Lord has appointed us as a priest of God. ദൈവത്തിന്റെ പുരോഹിതനായി ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ആ അപ്പോയിന്റ് ചെയ്ത വ്യക്തിയിൽ ദൈവം കാണുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ, ആ വ്യക്തി ഹോളിയായി തീരെ എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. So when we study these words, now in our spiritual life, devil is manipulating the essence of the spiritual life. Now the priests of the so-called priest of gods, they are saying that no need of a holy life. So they are not a priest of God. ദൈവത്തിന്റെ മഹാപുരോഹിതനാണെങ്കിൽ, ദൈവത്തിന്റെ പുരോഹിതനാണെങ്കിൽ വിശുദ്ധ ജീവിതത്തെ കുറിച്ച് അവൻ വളരെ ആഴമായി പഠിപ്പിക്കുവാനും പഠിക്കുവാനും ഇടയായിത്തീരാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദേശത്തിന്റെ ദൈവ പുരോഹിതന്മാരായി, ദൈവ ശുശ്രൂഷകന്മാരായി ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. സ്തോത്രം. അതിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. God has appointed us as a minister, a priest of God in the nation, and he wants to see a holy life in our spiritual life. Our life shall be holy in spiritual life. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നിന്നുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കണമായി. നമുക്കിപ്പോ വായിക്കാം. റെവലേഷൻസ് 5, 9 and 10 എന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 5:9-10 വായിക്കാം. They sang a new song, saying, You are worthy to take the scroll and to open its seal, because you were slain, and with your blood you purchased for God persons from every tribe and language and people and nation. You have made them to be a kingdom and priests to serve our God, and they will reign on earth. God purchased, God redeemed us from, മലയാളത്തിൽ വായിക്കുന്നു, രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയുള്ളവരെ
രക്തം കൊടുത്ത് ദൈവം വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ പുരോഹിതനായി തീരുവാൻ വേണ്ടി. God has purchased me through the glorious blood of Christ to become a priest of God, to lead a holy life. These two words are interconnected. Holy life and priesthood is interconnected. ദൈവത്തിന് സ്തോത്രം. പൗരോഹിത്യം, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശുശ്രൂഷകരും വിശുദ്ധ ജീവിതവും ഒരുപോലെ കണക്റ്റഡ് ആണ്. ദൈവത്തിന് സ്തോത്രം. God purchased me. സകല ഗോത്രത്തിൽ നിന്നും സകല ഭാഷയിൽ നിന്നും ദൈവം നമ്മെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? ആമേൻ. അവന്റെ രാജ്യത്തിന്റെ പുരോഹിതനായി മാറുക. To become a priest of God, he purchased through the glorious blood. So we have to lead a holy life. Revelations 1:6 എന്ന് വായിച്ചേ. വെളിപ്പാട് 1:6 വായിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമായി ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. God loved us. ദൈവം നമ്മെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. He loved me. അടുത്ത വാക്യം പറയുന്നു, He in English, and he has made us to be a kingdom and priests to serve his God and Father. To him be glory and power forever and ever. അതിന് മുമ്പത്തെ വാക്യം വായിച്ചു. 4. John, to the 7 churches in the province of Asia. 4. And from Jesus. Revelation 5 from 5. And from Jesus Christ, who is the faithful witness, the firstborn from the dead, and the ruler of the kings of the earth, to him who loves us and He loves us and freed us from our sins. He has given us freedom from the sins. He purchased. ആദ്യം ചെയ്തു. He purchased me. എന്നെ വിലയ്ക്ക് വാങ്ങി. എന്ത് ചെയ്തു? He poured his love upon me. തന്റെ സ്നേഹം എന്നിലേക്ക് ഒഴിച്ചിട്ട് he has given a freedom from sins. പാപത്തിൽ നമ്മെ മോചിച്ചു. എന്തിനാണ് freedom from sins? To lead a holy life. And he appointed me as a priest of the kingdom of God. എന്നെ വിടുവിച്ച് വിലയ്ക്ക് വാങ്ങി എന്നെ സ്നേഹിച്ച് എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകി എന്നെ രാജ്യത്തിന്റെ പുരോഹിതനാക്കി മാറ്റി. അതിനായി ദൈവം എന്നെ വിശുദ്ധിയിലേക്ക് നയിച്ചു. ദൈവത്തിന് സ്തോത്രം. He led me to a holy life to become priest of kingdom of God. Benjamin, please come here. Come. Praise the Lord. Hallelujah. Papa also will take care. No problem. I will take care. Good boy. Hallelujah. To lead a holy life, to make me a priest, he purchased me with the glorious blood, and he poured his love upon me and cleansed me from the sins to make me holy in my life. And to make me a priest of kingdom of God. ദൈവത്തിന്റെ മഹാപുരോഹിതനാക്കി മാറ്റുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് if you read Exodus, പുറപ്പാട് പുസ്തകം chapter 28 1-3 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, എന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹൂ, എലെയാസർ, ഈഥാമാർ എന്നിവരെയും തന്നെ നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കേണം. Holy garment for Aaron. Appoint him as a priest of God. Not only the Aaron, his next generation shall be appointed with holy garment, with a holy life, and anoint them as a priest of God. നിന്റെ സഹോദരനായ അഹരോനെ അവന്റെ തലമുറയിൽ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് അവനെ പുരോഹിതനായി തീരുവാൻ അവനെ അഭിഷേകം ചെയ്യുക. സ്തോത്രം. So let me come back from one by one.
I mean, you have been called to lead a life according to God's will. You have been called to become a priest of God. You have been called to lead a holy life. ദൈവത്തിന് സ്തോത്രം. അതിൽ ദൈവം ചെയ്തു. What God has done for that? He purchased you with the glorious blood of Christ. He separated you. He loved you. He cleansed you from the sins, and he provided the holy garment, Holy Spirit upon you, and he anointed you with the power of the Holy Spirit. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു സാധാരണ മനുഷ്യ ശരീരത്തെ പാപത്തിൽ നിന്ന് വെടിവെച്ച് തേജസ്സിലേക്ക് നയിച്ച് തന്റെ അഭിഷേകത്താൽ നിറച്ച് വിശുദ്ധിയിൽ ഒരു പുരോഹിതനായി നിന്നെ കാണണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ദേശത്തെ പുരോഹിതനായി ദേശത്തെ ശുശ്രൂഷകനായി ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്യുന്നു. സ്തോത്രം. You are appointed as a priest for your family. You are appointed as a priest for your nation. You are appointed by God as a holy priest of God. വിശുദ്ധനായ ആമേൻ പുരോഹിതനായി ദൈവം നിന്നെ എന്തിരിക്കുകയാണ്? അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. Praise the Lord. Hallelujah. Why God can just appoint me as a priest? Why he wanted me to holy? ദൈവം ഒരു ശുശ്രൂഷനൊക്കെ അപ്പോയിന്റ് ചെയ്യേ എന്തിനു ഞാൻ വിശുദ്ധിയിൽ നയിക്കണം? Why shall I be holy? I can be a priest. I can preach in your name. I can glorify your name. Why you have to be holy? എന്തിനു ഞാൻ വിശുദ്ധനായിരിക്കണം? ദൈവത്തിന്റെ സ്തോത്രം. God is having a very simple answer, and that is a tough answer. Hallelujah. Leviticus chapter 20:26. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യം. Leviticus. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. Since I am holy, You have to be holy. you have to be holy. Why? Because I, the Lord, am holy. I, the Lord, I am holy. It is a simple answer from God. Why you have to be holy? Because my Father is holy. If Father is holy, Son has to be holy. Praise God. Hallelujah. Wherever you hear the preaching of which take you away from the holiness of God, remember that is not from God. Hallelujah. ദൈവ വിശുദ്ധിയിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന ഏത് ആത്മീയ ശുശ്രൂഷയെ നീ ഓർത്തുകൊള്ളുക. അത് ദൈവികമല്ല. അത് ആമേൻ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. സ്തോത്രം. 20:26. You have to be holy. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകുകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. I separated you from the Gentiles. I purchased you from the Gentiles. I separated you from the Gentiles. I separated you from the sins. I separated you from the people. I separated you as a holy and the priest of God. Hallelujah. ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. തന്റെ രാജ്യവും ശുശ്രൂഷക്കാരുമായി തീരുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ പകലിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിച്ചുകൊണ്ട് വിശുദ്ധനായ ദൈവത്തിന്റെ വേല വിശുദ്ധിയിൽ ചെയ്യുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്തോത്രം. We are serving a holy God, and we have been anointed to serve the holy God in holiness, and we have to continue our life in holiness. Hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് മഹത്വം. Hallelujah. സ്തോത്രം. Praise the Lord. How I know that I am a priest of God? One thing I am sure, God purchased me. One thing I am sure, God separated me. One thing I am sure, He cleansed me from my sins. But how I know I am leading a holy life? If I am leading a holy life, I am a priest of God. Or if I am leading a life as a priest of God, I am leading a holy life. Both are interconnected.
ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിന് പുരോഹിതനായി വിശുദ്ധ ജീവിതം നയിക്കുന്നുവെങ്കിൽ എങ്ങനെ എനിക്ക് ബോധ്യമാകാൻ കഴിയും ഞാൻ ദൈവത്തിന്റെ പുരോഹിതനാണ്, ഞാൻ ദൈവീയ വിശുദ്ധിയിൽ ജീവിക്കുന്നുവെന്ന്? ദൈവത്തിന് സ്തോത്രം. ഒരാൾ ദൂത് പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ വിശുദ്ധിയിലാകുകയില്ല. ഒരാൾ ദൂത് പറഞ്ഞുകൊണ്ടൊന്നും ദൈവത്തിന് ശുശ്രൂഷനാകുകയില്ല. ദൈവം അപ്പോയിന്റ് ചെയ്യാത്തുള്ള കാലം നമുക്ക് ഒരിക്കലും അതായി തീരുവാൻ കഴിയുകയുമില്ല. സ്തോത്രം. Somebody prophesy to you, you will become a great minister, you become apostle. Prophecy may be correct, but God has to change your life according to his will. ദൈവ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ തിരുത്തുവാനും ക്രമീകരിക്കാനും കഴിയുന്നില്ലെങ്കിൽ വാഗ്ദത്തങ്ങളായി കിടക്കും. നമുക്ക് പരിശോധിക്കാം. I am leading a holy life, or I am a priest of God. ദൈവത്തിന് ഇഷ്ടമായ ദൈവിക ശുശ്രൂഷകയായി വിശുദ്ധിയെ നയിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയോ എന്ന് എങ്ങനെ പരിശോധിക്കുവാൻ കഴിയും? വായിക്കാം നമുക്ക് പുറപ്പാട് പുസ്തകം, എക്സോഡസ് ചാപ്റ്റർ 19, 5 and 6. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 19, 5 and 6. നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും Now if you obey me fully, partially അല്ല, obey me completely and keep my covenant. And keep my covenant means continue in my covenant. What is the difference between this? We take decision. What is the decision? I will follow Christ. My life is for Christ. You completely obey the word of God. You are ready to obey God's commandment. But you start moving forward to a spiritual life, you will not be able to stay in spiritual life. You will start fluctuating in your decision. You will start moving left and right in your decision. But God is telling, if you obey it fully and keep my covenant. Read. Then out of all nations. From the beginning. If you obey me fully. Keep my covenant. And keep my covenant. Then out of all nations. You will be my treasure. You will be my treasure. Although the whole earth is mine, you will be for me a kingdom of priests and a holy nation. You are a priest. എന്റെ വചനം മുഴുവൻ അനുസരിക്കുകയും അത് അന്ത്യത്തോളം സൂക്ഷിക്കുകയും ചെയ്താൽ നിന്റെ ജീവിതം വിശുദ്ധ ജീവിതമാണ്. Never think that you wearing white and white, you are a holy life. Never think that. You are not wearing ornaments, you are holy. Never think that. Praise God. Hallelujah. When you start obeying completely and you continue in God's commandment till the end, you are a holy person. You are a royal priesthood for Christ. Praise God. Hallelujah. When you start obeying, when you try to keep the covenant, the changes will automatically come in your life. Why I say goodbye to worldly things? Why I say thank you everything to the world? Because you are completely obeying God's commandment. ദൈവത്തിന്റെ വചനം ആമേൻ അനുസരിപ്പാനും അന്ത്യം വരെ അത് സൂക്ഷിക്കുവാൻ തീരുമാനമെടുക്കുന്നവനെ ദൈവം വിളിക്കുന്നു, നീ രാജകീയ പുരോഹിതൻ, വിശുദ്ധ വർഗ്ഗം. സ്തോത്രം. Hallelujah. Praise God. മനസ്സിലാക്കണം രണ്ട് വ്യത്യാസങ്ങൾ. Decision to obey commandments and decision to continue in God's commandments. Both are different. Many people will take decision with full heart, but they will not continue their spiritual life with full heart. They will say, welcome to the world. Welcome to the worldly love. Welcome other people. You cannot continue in God's commandment. ദൈവവചനത്തിൽ തുടരുവാൻ എനിക്കും നിനക്കും കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം.
അങ്ങനെ തുടരുന്നെങ്കിൽ നീ വിശുദ്ധ വംശമാണ്, നീ രാജകീയ പുരോഹിതനാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജോൺ 14:15 ജോൺ 14:15. How we will നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. If you love me, you will keep my commandments. If you love me, you will continue in my commandments. ഞാൻ ഓപ്പോസിറ്റ് പറയാൻ പോവുക. If your love decrease, your love towards me decrease in you, you will run away from my commandments. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ അന്ത്യത്തോളം കൽപ്പനകൾ പ്രമാണിക്കും. If you love and keep his commandments, if you love Christ, you will keep his commandments. അപ്പൊ എന്ത് സംഭവിക്കും? 14:23 ഇങ്ങനെ പറയുന്നു, if you love me, Father will love you. John 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. Hallelujah. Jesus replied, anyone who loves me will obey my teaching. My teachings. My Father will love them. Father will love them. We will come to them. And we will come to them. Make our home with them. And make our home with them. Father, Son, and Holy Spirit will come in me. The Holy God will come in me. I will become holy and the holy nation, and I become the priest of God. Don't think that you go to one Bible college, studying for 10 years, you will become a priest of God. No. You will have a great certificate from big theological college and you will become a priest of God. No. To become a priest of God, you shall maintain the love of God. Through the love of God, the Father, Son, and Spirit will come upon you. And they will make their home in you. അവരുടെ ഭവനമായി നിങ്ങളുടെ ശരീരത്തെ ദൈവം മാറ്റും. അതുകൊണ്ടാണ് 1 Corinthians 3:16-17 പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 1 Corinthians 3:16-17. Don't you know that you yourselves are God's temple? God's temple. And that God's Spirit dwells in your midst. And the God's Spirit dwells in your midst. If anyone destroys God's temple, God will destroy that person. For God's temple is sacred. And God's temple is holy. And you together are that temple. And you are holy. When you obey and keep my commandments, the Father, Son, and Holy Spirit will come upon you, and you will become a temple of God. And because God is holy, the temple will be holy. Hallelujah. ദൈവത്തിന് സ്തോത്രം. If you are holy, you are a royal priest of God. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. എന്റെ ശരീരം പിതാവ് പുത്രനും വസിക്കുന്ന ഇടം, അത് വിശുദ്ധമാണ്. ആമേൻ. Your Father is holy, the temple will be holy. Your body will be holy. Your spirit will be holy. Your soul will be holy. You are a royal priesthood. ദൈവത്തിന് സ്തോത്രം. ആമേൻ. Hebrews 7:26 പറഞ്ഞ ആ ഭാഗം പെടട്ടെ. ഹല്ലേലൂയ. Hebrews 7:26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. Praise the Lord. Such a high priest truly meets our need. One who is holy, blameless. This is a great priest, one who is holy. First character എന്താണ്? Holy. The high priest, the first quality എന്താണ്? Being holy. അടുത്തത് Blameless. Blameless. Pure. Set apart from sinners. Set apart from sins. This is what God is looking in a priest of God who has to be holy through the Holy Spirit that starts from the love of God, and that will lead you to obey the commandments and keep the commandments.
ദൈവത്തിന് സ്തോത്രം. നീ വിശുദ്ധരായി തീരണമെങ്കിൽ, ആമേൻ, പുരോഹിതൻ വിശുദ്ധരാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മേൽ വരണമെന്നും, ആ പരിശുദ്ധാത്മാവ് വരുന്നത് ദൈവത്തിന്റെ സ്നേഹമാണെന്നും, ആ സ്നേഹം നിന്നെ അനുസരിപ്പാനും അന്ത്യത്തോളം സൂക്ഷിപ്പാനും ഇടയാക്കി തീർക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Obey the commandments, keep the commandments. അനുസരിപ്പാൻ തീരുമാനമെടുക്കുക, അന്ത്യത്തോളം അത് തുടരുക. Praise God. You are a royal priesthood. You are a holy nation. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് 1 Peter chapter 2, 4 and 5. 1 പത്രോസ് 2:4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. Praise the Lord. As you come to him, the living stone rejected by humans, but chosen by God, precious to him, you also, like living stones, are being built into a spiritual house to be a holy priesthood, offering spiritual sacrifices. Offering spiritual sacrifices. Sacrifice. Spiritual sacrifice. You have been called to become a priest of God, a holy nation, through spiritual sacrifice. You know what's the preaching going on all over the world? Come to Jesus, you will gain. Come to Jesus, you will be profitable. Come to Jesus, you will be multiplied. Praise God. You know the real victory in spiritual life? Where it happened? Not at the place where Lazarus was resurrected. Not at the place he multiplied the bread. Not at the place he healed the sick people. It was the place he sacrificed his life for the salvation for me, the poor people of the world. എപ്പോൾ ദൈവനാമത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചാലും കഷ്ടങ്ങൾ സംഭവിച്ചാലും എന്റെ പിതാവേ നിനക്ക് വേണ്ടി അത് ജീവിതമെന്ന് പറയുന്നിടത്താണ് വിജയം ഇരിക്കുന്നത്. സ്തോത്രം. The greatest sacrifice, greatest deliverance on the cross. And that was the moment the devil was having the great fear, because he knows that I have been destroyed forever. Stotra. But nobody likes sacrifice. Nobody likes the pain. Nobody wants to lose anything for Christ. Amen. A small reproach, ഒരു ചെറിയ നിന്ന പോലും I don't like. Stotra. I don't want to use my time for Christ. I don't want to use my wisdom for Christ. I don't want to use anything of mine for Christ. I don't want to sacrifice anything. Yagamilla. It's like a burning candle. It gives light to the world. The moment the light is going from the candle, it is leading a sacrificial life. തന്റെ പൂർണ്ണത ഇല്ലാതാക്കിക്കൊണ്ടാണ് ലോകത്തിന് വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. Nobody likes pain. Nobody likes reproach. Amen. Remember, the moment you feel I'm a failure in Christ, really I'm a failure, even I'm praying I'm in Christ, that is the moment Lord is telling to you, that is the greatest time of deliverance in your life. Hallelujah. സ്തോത്രം. ഇന്ന് പ്രസംഗിക്കുന്നത് എന്താണ്? യേശു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു. യേശു ലാസറിനെ ഉയർപ്പിച്ചു. യേശു അന്ധന് കാഴ്ച നൽകി. യേശു അത്ഭുതങ്ങൾ ചെയ്തു. People want this preaching.
the miracles of Jesus Christ, the greatest miracle happened. Amen. When Jesus proclaimed, Lazarus resurrected. But Jesus was killed on the cross. The saints who were already dead, they received the life of God. ആമേൻ. കല്ലറയിൽ കിടന്നവർക്ക് ജീവൻ കൊടുത്തതാണ് ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. Spiritual sacrifice. I don't want to spend my time for prayer. I will spend my time for prayer for my family. Why should I spend my time for others? No sacrifice. Hallelujah. Hallelujah. I will not. I am selfish. I am living a spiritual life for me. Hallelujah. Sacrifice ആർക്കും ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജീസസ് കാണിച്ച ഏറ്റവും വലിയ മാതൃക ദൈവത്തോടുള്ള സമത്വം ഇരിക്കെ. He has given a real role model. He was equal to God. He told the Father, I will take a form of a human being. I will lower down to the lowest part of the earth to show the real victory behind, is lying behind the real sacrifice. Praise God. Hallelujah. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനായി ഭൂമിയിൽ വന്ന മാതൃകയാണ് എന്റെ നിന്റെ ജയത്തിന്റെ മാതൃക. സ്തോത്രം. Hallelujah. Spiritual sacrifice. Romans 12:1 and 2 ഒന്ന് വായിച്ചേ. Romans 12:1 and 2. ആ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി. Submit your life as a spiritual sacrifice. In single word I will tell, Lord, make me like a candle. Let me burn myself, but I want to give light to the world. Let me become big sealer in my life, but I want to show the light to the world. Submit your life according to that. അല്പസമയം പ്രാർത്ഥനയ്ക്കായി, അല്പസമയം ദൈവത്തിനായി, അല്പസമയം മറ്റനേകർക്കായി ആമേൻ. നീ ആമേൻ ചെയ്യുന്ന ഓരോ സാക്രിഫൈസും സ്വർഗത്തിൽ എഴുതി വെച്ചോണ്ടിരിക്കുക. ആമേൻ. Every sacrifice you're doing. സ്തോത്രം. ഒരാളോട് ചോദിച്ചു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് എന്നെ തന്നെ എന്ത് ചെയ്യുക? I have not done any mistake, but still people are attacking me. Why is like this? I told him, what happened for Jesus? The same will happen for you. Praise God. Oh, thank you. Jesus has done any mistakes. He is a man without sin, but today he is dwelling in the place of glory. Hallelujah. Amen. Amen. Nobody wants to a life of sacrifice. So how I can define a sacrifice? For example, Genesis 22:1 and 2. Genesis 22:1 and 2. വേഗത്തിൽ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ അരുളി ചെയ്തു. Just read 2. Then God said, take your son, your only son whom you love, Isaac, and go to the region of Moriah. Sacrifice him there as a burnt offering. Sacrifice. You take 2 words. What you love, whom you love, sacrifice. Whom you love, sacrifice. What is the meaning of sacrifice? Saying goodbye to the things you love and welcoming only what God's love. എന്റെ ഇഷ്ടങ്ങളോട് വിട പറയും, ദൈവത്തിന്റെ ഇഷ്ടത്തെ സ്വാഗതം ചെയ്യുന്നതാണ് സാക്രിഫൈസ്. God is telling you, give to that brother 50 credit. What is my will?
What is my wish? No. You earned this money. You went to company, you went to hospital, you do the A plus B to A minus B. Many things we will argue with God. But what is the will of God? Give the 50 credit to the person who are really struggling. You will say, I will not give. You are not ready to sacrifice. Praise the Lord. Hallelujah. ഇത് പൈസ കാര്യം പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാ. Amen. Amen. But the moment you give 50 KD according to God's will, not only you, your generation will receive the blessings of God. നീ മാത്രമല്ല, നിന്റെ തലമുറകളും അനുഭവിക്കും നീ ഇന്ന് നീട്ടുന്ന കരങ്ങളുടെ നന്മ. You say, no, it's my money, hard-earned money. I will not give. But God is saying, do it. Deny your love. Sacrifice. You are a royal nation and a royal priesthood. Praise the Lord. കർത്താവ് പറഞ്ഞത് ഒരു സഹോദരൻ 1 മൈൽ നടക്കാൻ പറഞ്ഞ എന്ത് ചെയ്യാൻ പറഞ്ഞു? He is asking for 1 kilometer, walk with the 2. He is asking for 1 blanket, but give everything because it's sacrifice. The greatest example God has shown through Christ, sacrifice. Amen. Hallelujah. ആർക്കും ഇത് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല. സ്തോത്രം. If you are having a sacrifice mind, you are a royal priesthood. Amen. Amen. You are a holy nation. നീ വിശുദ്ധ ജനമായി മാറും. ഒരുപാട് വേഗത്തിൽ അവസരം. 1 Peter chapter 5:9. 2:9. Sorry. 2:9. നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. Hallelujah. But you are a chosen people. You are a chosen, separated, purchased, cleansed, and you are a holy nation, separated people. A holy priesthood. A holy priesthood. Enna priesthood aanu? Holy priesthood. This is God saying these both are connected. Holy priesthood. Holy nation. A holy nation. God's special possession. God's special possession, special people. That you may declare the praises of Him. You may declare the praises of God. Who called you out of darkness. Who called you out from the darkness. Into His wonderful light. Into His wonderful light. ദൈവം ചെയ്ത ഉപകാരങ്ങളെ അനേകരോട് പറയുവാൻ നിന്റെ വാ തുറക്കുന്നെങ്കിൽ, അത് അടച്ചു വെക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ, നീ ഒരു രാജകീയ പുരോഹിത വിശുദ്ധ വംശമാണ്. സ്തോത്രം. Hallelujah. To proclaim the glory of God. Even God is giving an opportunity to you. You will not open your mouth. You are ashamed to proclaim the word of God. You are ashamed to proclaim the God's wonders in your life. You are ashamed to proclaim God's miracles in your life. But God is telling you, remember, you were in darkness. I bring you to the wondrous light. You have to proclaim my glory. You are a holy priesthood and a holy nation. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം കരയറ്റുക. Hallelujah. I believe you have many miracles to proclaim in your life. You yourself is a miracle. I can proudly say, I am a miracle. I am not standing here because of my wisdom. I am not standing here because of my prayer life. I am not standing here because of my any good quality. I am a miracle of God. ഞാൻ ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ്. Praise God. That donkey is better than me to proclaim the word of God. ആമേ, കഴുതയുടെ വാതുറന്ന കഴുതയില്ലേ, ആ കഴുത എന്നെക്കാളും മികച്ചതാണ് ദൈവവചനം പറയുവാൻ. സ്തോത്രം. How I can stop proclaiming His glory? Amen. When Holy Spirit will come upon you,
you will see the power of God and you will witness me all over the world. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങളുടെ ഭവനത്തിൽ തുടങ്ങി ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളായി മാറും. Praise God. And what Apostle Paul is saying, Lord, you have given the responsibility to me. I have to proclaim your glory. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ഈ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. God, your love is compelling me to proclaim the glory. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. See, if you study about a salesman, he will likes to work in a good company. For example, this cupboard is a local cupboard. It's very difficult to convince a customer this is a local cupboard, is made quite strong. It's very difficult. But if there's a name on the cupboard, that name is Godrej, is there any difficulty to do the marketing? No difficulty. Because the cupboard is holding a brand name. You are holding a greatest name. Why you are shy to proclaim the glory of God? പുരോഹിതൻ നെറ്റിയിൽ എന്താണ് പറയുന്നത്? യഹോവയ്ക്ക് വിശുദ്ധം. This is a holy to God. It is written on the forehead of each priest. You are to proclaim the glory to God. Praise the Lord. Praise the Lord. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. Acts 20:24 പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോസ്തലർ 20-24 വാക്യം. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. I am not counting my life as precious. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്ക്. I have only one aim, to proclaim to the world about a God who deliver me from all sins. To proclaim a God who purchased me with the glorious blood. To proclaim to the world who cleansed me from all my sins. To proclaim to the world, Amen, the Lord who's still loving me. I want to proclaim the glory. This is the only aim in my life. So I am not counting anything in my life as precious than this. കർത്താവിനെ കുറിച്ച് പറയുന്നതല്ലാതെ മറ്റൊന്നിനെയും ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്, സ്തോത്ര പ്രാർത്ഥന. അത് കേട്ടോ? എന്ത് ഇംഗ്ലീഷിൽ പറയുന്നത്? ഒരു വാക്കാരെങ്കിലും പറയാൻ പറ്റുമോ? താങ്ക്സ് ഗിവിംഗ് പ്രയർ. താങ്ക്സ് ഗിവിംഗ് പ്രയർ. എന്താ താങ്ക്സ് ഗിവിംഗ്? I built a new house for a Thanksgiving prayer. My son or daughter completed studies, Thanksgiving prayer. I got a new job, Thanksgiving prayer. Hallelujah. I never seen a Thanksgiving prayer saying that, Lord, this year, Lord, because you used me, because of your wisdom, because of your Holy Spirit, I am able to bring one person to the belief. I want to conduct a Thanksgiving prayer. Why it is not conducted? Because you count your house as precious. You count your children's education as precious. You count the new vehicle as precious. You never count a new soul as precious. But what Paul is saying, I am not counting my life itself as precious. എന്റെ പ്രാണനെ പോലും എന്ത് ചെയ്യുന്നില്ല, വിലയേറിയതായി എണ്ണുന്നില്ല. Hallelujah. Hallelujah. I declare today, I am precious in front of my Father. എന്റെ അപ്പന്റെ മുമ്പിൽ ഞാൻ വിലയേറിയവനാ. സ്തോത്രം. Praise the Lord. Hallelujah. 3 കാര്യങ്ങൾ പറഞ്ഞു. Obey God's commandment and keep commandments. Second thing, having a mind to sacrifice your blessings for others. The third thing, proclaiming the glory of God. You are being called as a holy nation, as a holy priesthood. That's the reason God selected you
chosen you, separated you, purchased you, cleansed you, and provided his spirit upon you to proclaim to the world, you, he is my temple. I want to see my temple holy because I am holy. I want you become a holy priesthood. പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് സ്തോത്രം.